ബോളിവുഡ് ഹോട്ട് മമത കുൽക്കർണി യാമേ മമത നന്ദഗിരിയാകുമ്പോൾ 1990കളിൽ സുരേഷ് ഗോപിയുടെ നാവിലൂടെ കേരള യുവത്വം ഏറ്റുപിടിച്ച് ചൂടൻ ഡയലോഗാണോ? എടോ, വിവരമുള്ളവർ എഴുതി വെച്ചിട്ടുണ്ട്, എ സെയിൻ ക്യാൻ ബി എ റാസ്കൽ ബട്ട് എ റാസ്കൽ ക്യാൻ നെവർ ബി എ സെയിൻറ്റ്. ഒരു സന്യാസിക്ക് തെമ്മാടിയാകാം, പക്ഷേ തെമ്മാടിക്ക് സന്യാസിയാകാൻ കഴിയില്ലെന്ന്. എന്നാൽ ബോളിവുഡിൽ ഒരു കാലത്ത് യുവത്വത്തിന്റെ സിരകളെ ത്രസിപ്പിച്ച മമത കുൽക്കർണി സിനിമയിൽ നിന്നും ആഫ്രിക്കയിലേക്കും അവിടെ മയക്കുമരുന്ന് വ്യാപാരത്തിലേക്കും ഏറ്റവും ഒടുവിൽ ആത്മീയതയിലേക്കും തിരിഞ്ഞ കഥ മമത കുൽക്കർണിയുടെ ജീവിതം ഒരു സിനിമാ കഥ പോലെ ഉദ്വേഗജനകമായിരുന്നു. മറാത്തി ബ്രാഹ്മൺ കുടുംബത്തിൽ ജനിച്ചു വളർന്ന മമത കുൽക്കർണി നൻപർകൾ എന്ന തമിഴ് ചിത്രത്തിലൂടെ 1991 സിനിമാ ലോകത്തേക്ക് വരുന്നത്. പിന്നീട് ബോളിവുഡ് സിനിമകളിലേക്ക് ചേക്കേറിയ നടി അവിടെ ഗ്ലാമർ സുന്ദരിയായി. 1999 പുറത്തിറങ്ങിയ ചന്ദമാമ എന്ന കുഞ്ചാക്കോവൻ ചിത്രത്തിലൂടെയാണ് മമത മലയാളത്തിൽ സാന്നിധ്യം അറിയിച്ചത്. മുരളീകൃഷ്ണൻ സംവിധാനിച്ച ചിത്രത്തിൽ റോജാപ്പൂ കവളത്തെന്ന ഗാനരംഗത്ത് മാത്രം വന്ന് അഭിനയിച്ചു പോയി. കുഞ്ചാക്കോവനൊപ്പം താടിയ പാട്ട് ഇന്നും ഹിറ്റാണ്. 2016 താനെ നിന്ന് ലഹരി മരുന്ന് പിടികൂടിയ സംഭവത്തിൽ നടിയും ഭർത്താവും കുടുങ്ങിയിരുന്നു. 2000 കോടി രൂപയുടെ ലഹരി മരുന്ന് കേസാണ് നടിയുടെ പേരിൽ വന്നത്. എന്നാൽ ആഴ്ചകൾക്ക് മുൻപ് നടിക്കെതിരെയുള്ള കേസ് കോടതി റദ്ദാക്കി. ഗ്ലാമറിന്റെ ലോകം വിട്ട് ആത്മീയതയെ പുണരുന്ന 52-കാരിയായ യാമേ മമതയുടെ സന്യാസ ജീവിതവും ബോളിവുഡ് സിനിമ പോലെ സൂപ്പർ ഹിറ്റാകട്ടെ.